വയനാടിനെ വലയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വയനാടിനെ വലയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഞാനൊരു ഉദാഹരണം പറയാം. ജോഷിമഠ് എന്നുള്ളത് ഉത്തരാഖണ്ഡിലെ ഒരു മനോഹരമായൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഈ വർഷം ആദ്യം ഒരു വലിയ പ്രളയമുണ്ടായി, വലിയ ഉരുൾപൊട്ടലുണ്ടായി. ആ ഉരുൾപൊട്ടലിനും പ്രളയത്തിനും ശേഷം വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാർ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്ന് 1658 കോടി രൂപ ജോഷിമഠിന് അനുവദിച്ചു. 1658 കോടി രൂപ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്ലാനിൻ്റെ പരിധിയിൽപ്പെടുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. എന്താണിത്? ഇതാണ് ഇനി കേരളത്തിന് അനുവദിക്കാൻ പോകുന്നത്. കേരളത്തിന് അനുവദിക്കാൻ പോകുന്നത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്ലാനിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. കാരണം പുതിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇനി NDRFൽ നിന്ന് ഇത്തരം പാക്കേജുകൾ പ്രഖ്യാപിക്കണമെങ്കിൽ അത് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്ലാൻ പ്രകാരമാവണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ സ്മൃതി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 3.5 വർഷം അല്ലെങ്കിൽ 3.5 മാസം എന്തുകൊണ്ടൊരു എസ്റ്റിമേറ്റ് കൊടുക്കാൻ നമ്മൾ അസസ്മെൻറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ വൈകി എന്നാണ് ചോദ്യം. അതാണ് അമിത്ഷാ ചോദിച്ചു എന്നതായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. ഓഗസ്റ്റ് മാസം 10-ാം തീയതി റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ എന്നൊരു പദ്ധതിയില്ല. പകരം ഈ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ്. 14-ാം തീയതിയാണ്. 14/8/2024 റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് എന്നുള്ളത് ഓരോ ദുരന്തവും കഴിഞ്ഞതിന് ശേഷം അതാത് സംസ്ഥാനങ്ങൾ കൊടുക്കണം എന്നുള്ള ഗൈഡ് ലൈൻ കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് മാസം 14-ാം തീയതിയാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസം 14-ാം തീയതി കൊണ്ടുവരുന്ന ഗൈഡ് ലൈൻ പ്രകാരം അതിനു മുമ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് PDNA കൊടുക്കാൻ പറ്റുക? ലോജിക്കലായ ചോദ്യമല്ലേ? ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ PDNA വരണമെങ്കിൽ ആ നീഡ് അസസ്മെൻറ്റ് പൂർണ്ണമായിട്ടും കണ്ടെത്തണം. പക്ഷേ അതിനു മുൻപ് 10-ാം തീയതി വന്നിറങ്ങിയ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ്? കേരളത്തെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞിട്ട് പറയുന്നു ഒരു മെമ്മോറാണ്ടം കൊടുക്കണമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഒന്ന് ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. വിശദമായൊരു മെമ്മോറാണ്ടം തരൂ എന്ന് കേരളത്തോട് ആവശ്യപ്പെടുകയാണ്. PDNA വേണമെന്നല്ല പറഞ്ഞത് പ്രധാനമന്ത്രി. കാര്യം അന്ന് PDNA വേണമെന്നും പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ല. കാരണം അന്ന് PDNA ഇല്ല. അപ്പോൾ ഇല്ലാത്ത PDNA വരുന്നതിന് മുമ്പ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ പോയിന്റ്. അതുകൊണ്ട് കേരളം അതിൽ വൈകിപ്പിച്ചു എന്നുള്ള ആർഗ്യുമെൻറ്റ് ഇവിടെ റദ്ദാവും. രണ്ടാമത്തത്, ജോഷിമഠിന് കൊടുത്തത് ഒരു PDNAയും ഇല്ലാതെയാണ്. റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗൈഡ് ലൈൻ വിൻഡോ പ്രകാരം NDRFൽ നിന്ന് ഈ പണം കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന PDNA ഇല്ലാതെ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എസ്റ്റിമേറ്റ് കേരളം കൊടുത്തു. അതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതി കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ആ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2000 കോടി ആവശ്യപ്പെടുമ്പോൾ കേരളത്തിൽ വന്നു തന്നെ പഠിച്ച ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ മിനിസ്റ്റീരിയൽ കമ്മിറ്റിക്ക് ആ എസ്റ്റിമേറ്റിൻ്റെ പുറത്ത് PDNA വരുന്നതിന് മുമ്പ് തീരുമാനമെടുക്കാൻ സാധിക്കും. പക്ഷേ അത് ചെയ്തില്ല. അത് ചെയ്യാതെ PDNAക്ക് വേണ്ടി കാത്തിരുന്നു എന്ന സാങ്കേതികത്വമാണ് ഇന്ന് അമിത്ഷാ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്ത നിവേദനത്തിൽ പറയുന്നത്. അവിടെയാണ് ആ സാങ്കേതികത്വത്തിൻ്റെ ക്ലാരിറ്റി ഞാൻ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചു എന്ന നിലപാട് ശരിയല്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. 2, ജോഷിമഠിന് കൊടുത്തതുപോലെ, ആന്ധ്രയ്ക്ക് കൊടുത്തതുപോലെ, ബീഹാറിന് കൊടുത്തതുപോലെ, കേരളത്തിന് കൊടുക്കാൻ എന്തുകൊണ്ട് തമിഴ്നാടിന് കൊടുത്തതുപോലെ കേരളത്തിന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ത്വരിതമായ വേഗതയിൽ ഈ പ്ലാൻ പ്രകാരം ഫണ്ട് കൊടുക്കാത്തത് എന്ന ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 625 കോടി രൂപയുണ്ടല്ലോ, അതെടുത്ത് നിങ്ങൾക്ക് അവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചൂടെ? സർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ ദുരന്ത നിവാരണത്തിനായി NDRFൻ്റെയും SDRFൻ്റെയും ഫണ്ടുണ്ട്. അതാണ് കേന്ദ്രത്തിലെ വാദം. അത് ശരിയുമാണ്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം 354 കോടി രൂപ എങ്ങാണ്ട് അവിടെ കിടപ്പുണ്ട്. SDRFൻ്റെ ഭാഗമായി കിടപ്പുണ്ട്. 145 കോടി വീതം 2 ഘട്ടമായി കേന്ദ്രം തരികയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ കണക്ക് ഞാൻ പറയാം. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ SDRFൽ കൊടുത്തിരിക്കുന്ന പണം എന്ന് പറയുന്നത് 394 കോടി രൂപയാണ്. 394 കോടി. അതിൽ 145 കോടി ഇപ്പോൾ അടുത്തിടെ കേന്ദ്ര സർക്കാർ കൊടുത്തു. അതിന് തൊട്ട് മുമ്പ് 145 കോടി കൊടുത്തു. പക്ഷേ ഇത് ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെ ഏതൊക്കെ പ്രദേശങ്ങളിൽ ദുരിതമുണ്ടെങ്കിലും അവിടേക്ക് വേണ്ടി ദുരന്ത നിവാരണത്തിന് വേണ്ടി, പുനരധിവാസത്തിനല്ല, റീകൺസ്ട്രക്ഷൻ അല്ല, റിക്കവറിക്കല്ല, ദുരന്തത്തിൻ്റെ നിവാരണത്തിന് വേണ്ടി മാത്രം കൊടുക്കേണ്ട തുകയാണ്. അത് പൂർണ്ണമായിട്ടും എടുത്ത് നമുക്ക് വയനാട്ടിൽ ചെലവഴിക്കാൻ കഴിയില്ല. അതാണെങ്കിൽ സ്റ്റേറ്റിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിധേയമാക്കേണ്ട ഒന്നാണ്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ കണക്കുകൾ വരുന്നത്. ഒരു വീട് 1,10,000 എന്ന കണക്കിലാണെങ്കിൽ വയനാടിന് 219 കോടി മതി. അതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്ന കണക്ക്. NDRFൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് വയനാടിനെ പുനർനിർമ്മിക്കുന്നതെങ്കിൽ 1,17,000 രൂപയുള്ള വീടായിരിക്കും കേരളത്തിലെ ഈ ചൂരൽമലയിലെ ആളുകൾക്ക് കൊടുക്കുന്നത്. ചൂരൽമലയിലെ മനുഷ്യർക്ക് അത് മതിയോ? അതാണ് ചോദ്യം.
അങ്ങനെ മതിയെങ്കിൽ 219 കോടി മതി. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ 695 കോടിയുണ്ട്. അതുകൊണ്ട് അത് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ വിഭാവനം ചെയ്യുന്നത് 2000 കോടിയുടെ വലിപ്പമുള്ള ഒരു ടൗൺഷിപ്പാണ്. ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന 2 എസ്റ്റേറ്റുകളാണ്. ആ ഏറ്റെടുത്തിരിക്കുന്ന എസ്റ്റേറ്റ് നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു വ്യവഹാരം കിടക്കുന്നു. ആ തുക സംബന്ധിച്ച് തർക്കം അവിടെ കിടക്കുന്നു. പക്ഷേ അത് അന്തിമ സെറ്റിൽമെൻറ്റിന് പോയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇനി പണം ആവശ്യമാണെങ്കിൽ പണം കൊടുത്ത് ഏറ്റെടുത്തുകൊള്ളാം എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് കോടതിയിൽ ഒരു ഉത്തരവിട്ടാൽ ആ പ്രശ്നം അവസാനിക്കും. അത് വളരെ വേഗം നടപ്പാക്കുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഇനി വ്യക്തതക്കുറവൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കേന്ദ്രത്തിന് നിലപാട് നോക്കൂ. ഈ അപകടം നടക്കുന്ന, ഞാൻ 2 ഇൻസ്റ്റൻസ് പറയാം. അതിലൊന്ന്, ഈ അപകടം നടക്കുന്ന സമയത്ത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 3 ശാസ്ത്രജ്ഞന്മാരെ സമീപിച്ചൊരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായിരുന്നു ആ വാർത്തയിലെ കണ്ടന്റ്? പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ ശാസ്ത്രജ്ഞന്മാരെ സമീപിച്ചത് ഈ ദുരന്തമുണ്ടായത് സംസ്ഥാനത്തിൻ്റെ ജാഗ്രതക്കുറവ് കൊണ്ടും നയപരമായ വൈകല്യം കൊണ്ടുമാണെന്നും പരിസ്ഥിതി മേഖലകളെ, ലോല മേഖലകളെക്കുറിച്ചുള്ള നേരത്തെയുള്ള മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ ഭാഗമായിട്ടുമാണ് എന്ന് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടാണ് ശാസ്ത്രജ്ഞന്മാരെ സമീപിച്ചിരുന്നത്. അങ്ങനെയൊരു റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. രണ്ടാമത്, വി മുരളീധരൻ ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞതെന്താ? ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്നത് 3 വാർഡുകൾ മാത്രമാണ്. ഒരു നാട് ഒലിച്ചുപോയി എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക എന്നാണ്. നോക്കൂ, 4000-ലധികം ആളുകളെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ഡിസാസ്റ്ററാണ് അത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെയില്ല ഇത്രയും വലിയ രീതിയിൽ ആളുകളെ നഷ്ടപ്പെടുക, കാണാതാവുക, അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക. ഒരു ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടപ്പെട്ട് ഒരു നാട് കരയുമ്പോൾ അത് നാടിന് സംഭവിച്ചൊരു ദുരന്തമല്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ഈ 2 ഇൻസ്റ്റൻസും അത് എങ്ങനെയാണ് ഈ ദുരന്തത്തെ കേന്ദ്രവും BJPയും കാണുന്നത് എന്നതിനെ അടയാളപ്പെടുത്താൻ. അതുകൊണ്ട് വയനാടിനെ വലയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വയനാടിനെ തീർച്ചയായും വലയ്ക്കുന്നുണ്ട്. കാരണം ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ഈ 384 കോടി കൊണ്ട് അവിടെ ചെയ്യാനൊന്നുമില്ല. കാര്യം നിലവിലുള്ള പ്ലാൻ അനുസരിച്ച് അവർക്കുള്ള മരിച്ചവർക്കുള്ള ധനസഹായം നൽകിക്കഴിഞ്ഞു. 8 ലക്ഷം രൂപ വീതമാണ് നൽകുന്നത്. കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും വിഹിതമടക്കമാണത് നൽകുന്നത് NDRFൻ്റെ ഫണ്ടിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നു എന്നാണ് ചോദ്യം. അതാണ് വാടക. ഈ പറയുന്ന 300 രൂപ വീതം ഒരു ദിവസം എന്ന നിലയിൽ 9000 രൂപ ഒരു അംഗത്തിന് ഏൺ ചെയ്യുന്നൊരു അംഗമുണ്ടെങ്കിൽ ആ അംഗത്തിന് കൊടുക്കത്തക്ക രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ 3 അംഗങ്ങൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ അവിടെ 3 മാസത്തേക്കുള്ള ധനസഹായം കൊടുക്കാൻ പോകുന്നത്. ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് ആവശ്യമെങ്കിൽ സർക്കാർ അത് പരിശോധിക്കുമായിരിക്കും. അത് ഇനി വരുന്ന ദിവസങ്ങളിലാണ്. വാടക കൊടുക്കുന്നത് 6000 രൂപയോളം വാടക കൊടുക്കുന്നത് ഈ പറയുന്ന ഫണ്ടിൽ നിന്നാണ്. പക്ഷേ ഈ 600 കോടി കൊണ്ട് അവിടെ നമുക്കൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല. ടൗൺഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഇനിയും ഈ പണം ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്, ഗൈഡ് ലൈനിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിൽ അപേക്ഷ നൽകിയിരിക്കുന്നതും ഈ PDNA നവംബർ 13-ാം തീയതി കൊടുത്തിരിക്കുന്നതും. ഇനി PDNA കൊടുത്തു, ആ PDNA കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് സർക്കാർ കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് വൈകിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എസ്റ്റിമേറ്റാണ് ആദ്യം പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത്. ആ മെമ്മോറാണ്ടം നമ്മൾ കൊടുത്തു. 3, ഈ റീകൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ അത് നഷ്ടവും റീകൺസ്ട്രക്ഷൻ രണ്ടായിട്ട് കണക്കാക്കണം. ആക്ച്വൽ നഷ്ടമാണെങ്കിൽ 1200 കോടിയേ ഉള്ളൂ എന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. ഇനി അതുമല്ല, റീകൺസ്ട്രക്ട് ചെയ്യാൻ NDRFൻ്റെ പദ്ധതി പ്രകാരമാണെങ്കിൽ 219 കോടി മതി. പക്ഷേ അപ്പോൾ കിട്ടാൻ പോകുന്ന വീട് 1,19,000 ആയിരിക്കും. അവിടെയുള്ളവർക്ക് മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അതല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഒരു മാതൃകാപരമായ ടൗൺഷിപ്പ്, അവിടെ ഒരു സ്കൂൾ, അവിടെ ഒരു അമ്പലം, അവിടെയുള്ള ചെറു വ്യാപാരികൾക്കുള്ള ഷോപ്പുകൾ, അവിടെ ഒരു പ്രദേശത്തെ ചൂരൽമലയെ അപ്പാടെ തന്നെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിന് കേന്ദ്ര സർക്കാർ അകമഴിഞ്ഞ് സഹായിക്കേണ്ടതുണ്ട്. മിനിമം ജോഷിമഠ് എന്ന് പറയുന്നൊരു പ്രദേശം, വളരെ കുറച്ച് ആളുകൾ താമസിച്ചിരുന്നൊരു പ്രദേശം, ആ പ്രദേശത്തെ റീകൺസ്ട്രക്ട് ചെയ്യാൻ 1658 കോടി രൂപയുടെ പദ്ധതി, അതിൽ 1079 കോടി രൂപയും കേന്ദ്ര സർക്കാരിൻ്റെ NDRFൻ്റെ റീകൺസ്ട്രക്ഷൻ ആൻഡ് റിക്കവറി വിൻഡോയിലൂടെയാണ് ലഭ്യമാവുന്നത്. തത്തുല്യമായ തുകയെങ്കിലും കേരളത്തിന് കേന്ദ്രം അനുവദിക്കണം എന്നുള്ളതാണ് വയനാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പറയാനുള്ളത്. അത് അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള കാലതാമസവും വരുത്തരുത്. അവിടെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ഒഴിച്ച് ബാക്കിയെല്ലാം ആ നാടിനെ പുനർനിർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. ആ നാട് അത്രമേൽ ഉലഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഇനിയും ഈ കേസും കൂട്ടവും നൂലാമാലകളും പരസ്പരമുള്ള പോരടിക്കളും അവസാനിപ്പിച്ച് ഒരു നാടിനെ തിരികെ ജീവൻ കൊടുത്ത് നടത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വയനാടിനെ വലയ്ക്കുന്നു എന്ന ചോദ്യത്തിന് തീർച്ചയായും വയനാടിനെ വലയ്ക്കുന്നു എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.